ഇതിൻ്റെ എല്ലാ സ്റ്റേറ്റുകളിലും ദൈവം ഞങ്ങൾക്ക് പ്രവർത്തനം തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ദൈവം അവസരമൊരുക്കി. ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ ഇന്ന് പല ബന്ധപ്പാടുണ്ടായിരുന്നെങ്കിലും എങ്ങനെയെങ്കിലും ഇവിടെ വന്നു ചേർന്ന് ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ദൈവം അതിനുള്ള അവസരം ഒരുക്കിയല്ലോ, അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് ഒരു സ്ഥലത്ത് ഒരു വേല ആരംഭിക്കണമെന്ന് പ്ലാനിട്ടാൽ തീർച്ചയായിട്ടും ദൈവം അതിനുള്ള എല്ലാ പദ്ധതികളും ഒരുക്കുന്ന ദൈവമാണ്. പൗലോസിനെ കൊരിന്ത്യയിലെ സഭാപ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കൊരിന്ത്യയിൽ ഒരു വേല ആരംഭിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ദൈവം അതിന് കൊള്ളാവുന്ന ഒരു ദൈവദാസനെ കണ്ടെത്തും. മറ്റാരുമല്ലായിരുന്നു, പൗലോസിനെ തന്നെയായിരുന്നു. പൗലോസിനെ ദൈവം അവിടേക്ക് അയക്കുവാനിടയായി. കൊരിന്ത്യ പട്ടണത്തിൽ എത്തിയ പൗലോസ് എവിടെ താമസിക്കണം, എങ്ങനെ ആ പട്ടണത്തിൽ ജീവിക്കണം എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് പൗലോസിന് അന്നേരം വലിയ നിശ്ചയമില്ലായിരുന്നെങ്കിലും ദൈവം അവിടെ രണ്ടാളുകളെ പ്രത്യേകമായിട്ട് ഒരുക്കി. അവർക്കൊരു പ്രത്യേക സാഹചര്യം ഒരുക്കി. ദൈവം എന്തെന്നറിയാം, കൊരിന്ത്യ പട്ടണത്തിൽ എത്തിച്ചു. പൗലോസ് അവിടെ വന്നപ്പോൾ കണ്ട് പൗലോസിനെ സ്വീകരിക്കാൻ അവർ റെഡിയായിട്ടിരിക്കുന്നു. ഈ പൗലോസ് മാത്രം പോരാട്ടോ, കൂട്ടുവേലക്കാരായിട്ടും ആളുകൾ വേണമല്ലോ. പുസ്തകപ്പെടുത്തുന്ന പുസ്തകം 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവ അല്പം കഴിഞ്ഞപ്പോൾ ശീലാസിനോടുള്ള തീമോഥെയോസും ആ പട്ടണത്തിൽ എത്തിച്ചേർന്നു. പൗലോസിന് കുറച്ചുകൂടെ ധൈര്യമായി. അങ്ങനെ സ്തോത്രം എന്തെന്നറിയാമോ, ശക്തമായി കൊരിന്ത്യ പട്ടണത്തിൽ വേല ആരംഭിക്കുക. ഇനി അല്പം കൂടെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ പ്രതികൂലമൊക്കെ ഉണ്ടായി. അവിടെ ഉണ്ടായ പ്രതികൂലത്തെ കുറിച്ചൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ആ കാര്യമെല്ലാം വിവരിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്തിനു പറയുന്നു, സ്വസ്ഥനോസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്രമാണിയെ കോടതിയിലിട്ട് തല്ലി. സ്തോത്രം. ഇയാളെത്തി എന്നറിയാമോ, പള്ളിപ്രമാണിയായിരുന്നെങ്കിലും തല്ലുകൊണ്ടതും നാണം കെട്ടിട്ട് സ്തോത്രം അയാളെ പ്രസ്ഥാനം വിട്ട് കൊരിന്ത്യ സഭയുടെ അംഗമായി മാറി. കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ സ്വസ്ഥനോസിന് പ്രത്യേകമായി വന്ദനം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാനിത് പറഞ്ഞു വന്നത്, തീർച്ചയായിട്ടും ദൈവം ഈ വെയിൽ പട്ടണത്തിൽ ഒരു വേല ആരംഭിക്കാൻ പാസ്റ്റർ സഞ്ജുവിന്റെ മനസ്സിൽ താല്പര്യവും ആഗ്രഹവും കൊടുത്തെങ്കിൽ അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പിന്നാലെ ദൈവം ഒരുക്കുന്നുണ്ട്. ഇത് 100 മടങ്ങായി വർദ്ധിച്ച് ഈ രാജ്യം മുഴുവൻ വളരുവാൻ ദൈവത്തിന്റെ ദാസനെ പ്രവർത്തനത്തെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വാക്കുകളെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥനയും ഇതിന്റെ പിന്നിലുണ്ടായിരിക്കുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അവസരം ഒരുക്കിയോട് നന്ദി പറയുന്നു. താങ്ക് യു പാസ്റ്റർ. നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് പാടാൻ പോവുകയാണ്. അതിനോട് കൂടെ തന്നെ ഓഫറിംഗും കൂടെയാണ്. സിസ്റ്റർ കെസന്ദ്ര മുന്നോട്ട് കിടന്നു വന്ന പാട്ട് പാടുന്നതായിരിക്കും. ഇന്നെനിക്കിവിടെ വരാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഞാൻ കോവിഡ് ടൈമിലായിരുന്നു എനിക്ക് രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം എൻ്റെ ഫസ്റ്റ് മെൻറ്ററായിട്ട് പാസ്റ്റർ ബിജുവാണ് ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്തത്. അതിന് ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇപ്പം ഞാൻ ദുബായിൽ വന്നിരിക്കുകയാണ്. എന്തിനാ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ദൈവം കൊണ്ടുവന്നതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെങ്കിലും അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോസസിന് ദൈവം ഒരു കാസ്റ്റ് കൊടുത്തില്ലേ, ഒരു വടിയ മോസസിന് ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ട് ദൈവം മോസസിൻ്റെ അടുത്ത് പ്രവർത്തിക്കാനാണ് പറയുന്നത്. ലൈക്ക് ടേക്ക് എൻ ആക്ഷൻ വിത്ത് വാട്ട് എവർ യു ഹാവ്. എനിക്കിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വോയിസ് ആണ്. സോ അത് വെച്ച് ദൈവത്തിനെ സ്തുതിക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി അത് ഫ്യൂച്ചറിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. സ്നേഹപിതാവിന് ആരാധന.
ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ പാട്ട് കമ്പോസ് ചെയ്തത് ഫാസ്റ്റർ റെജിയുടെ സണ്ണിലോ ആണ്. ഫാസ്റ്റർ ടിജു ആണ് കമ്പോസ് ചെയ്തത്. വിളിച്ചാൽ കണക്ട് ചെയ്തിട്ടാണ് എനിക്ക് ഈ പാട്ട് പാടാനുള്ള ചാൻസ് കിട്ടിയത്. സോ രക്ഷിക്കപ്പെട്ടത് എൻ്റെ ഫസ്റ്റ് സോങ് ആയിരുന്നു ഇത്. അതുകൊണ്ട് ഐ വാണ്ട് താങ്ക് യു ഗോഡ് ഫോർ ദിസ്. താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം. എടുത്ത സ്വന്തമാഴ്ച വെച്ചുകൊണ്ട് സംഭാഷണം. കർത്താവേ, നന്ദിയോട് സ്തോത്രം. പരിശുദ്ധ ദൈവമേ, നല്ല നിമിഷങ്ങൾക്കായി നന്ദിയാർന്ന ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തെ സ്തുതിപ്പാൻ ദീർഘനാളുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ കർത്താവെ, ഈ ദേശത്ത് ദുബായിയുടെ ഹൃദയഭാഗത്ത് ഈ പട്ടണത്തിൽ കർത്താവിന്റെ നാമത്തിൽ ദൈവസഭ ആരംഭിക്കുവാൻ കർത്താവെ, പരിശുദ്ധ ദൈവം സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവത്തിന്റെ ഹല്ലേലൂയ കർത്താവ് ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അശക്തരെങ്കിലും കഴിവില്ലാത്തവരെങ്കിലും കർത്താവെ, ഞങ്ങളുടെ ഉള്ളിലുള്ള നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വൻകരങ്ങൾ ചലിക്കുന്നത് ഇന്ന് പകൽ കർത്താവെ കണ്ട് സന്തോഷിപ്പാൻ അതിനായി കർത്താവയുടെ അഭിഷക്തന്മാരെ നിന്റെ ജനത്തെ ഒന്നിച്ച് ഈ ദേശത്തേക്ക് കൊണ്ടുവന്ന ദൈവം പ്രവർത്തിക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മാനുഷികമായി ഞങ്ങൾക്കൊന്നും കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇതിന്റെ പിന്നിൽ കർത്താവെ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് വലിയൊരു മിഷൻ ഉണ്ട്, ദൈവത്തിന് വലിയൊരു ദൗത്യമുണ്ട് കർത്താവെ. അതിനായി ആയിരങ്ങളെ ദൈവം ഈ പട്ടണത്തിൽ എഴുന്നേൽപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഈ പട്ടണത്തിൽ അനുഗ്രഹമായിരിക്കട്ടെ കർത്താവ്, ഈ ദേശത്തിന് അനുഗ്രഹമായിരിക്കട്ടെ, രാജ്യങ്ങൾക്ക് ഞങ്ങളുടെ അനുഗ്രഹമായിരിക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങളുടെ അഭിഷക്തനെ കർത്താവെ ദൈവം മുൻനിരയിൽ നിർത്തി മുന്നണി പോരാളിയായി ഈ അഭിഷേകത്തോട് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ നല്ല കർത്താവെ ദൈവവചനങ്ങൾക്കായി സ്തോത്രം. എല്ലാ ദൂതുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, വിശേഷാൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. അങ്ങ് ആർക്കും കിടക്കാരനായ ദൈവമല്ല, അങ്ങയുടെ പക്കൽ പുരാതന സമ്പത്തുണ്ട്. അവൻ സാധുവിനെ കുപ്പയിൽ ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുണ്ട്. സ്ഥലം പൂരാതെ വരുവോളം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സ്വർഗത്തിന്റെ കവാടങ്ങളെ തുറക്കുവാൻ കഴിയുന്ന അവൻ ഒരു സ്വർഗീയ രാജാവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മക്കളെല്ലാം സ്വർഗം സഹായിക്കണം, സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കണം. ഏതെങ്കിലും കാരണവശാൽ കർത്താവെ സാമ്പത്തികമായി ഞെരുക്കം നേരിടുന്നെങ്കിൽ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വഴിവാതിലുകൾ തുറന്നു വരുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ സ്വർഗം അത്ഭുതം ചെയ്യണം. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. നല്ല വോയിസിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദുബായ് ചർച്ച് ആരംഭിച്ച ദിവസം തന്നെ ഈ സഭയിലേക്ക് ഒരു മെമ്പർ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ദുബായിൽ വന്നിട്ട് 2 ആഴ്ചയല്ലേ ഫസ്റ്റ്. അപ്പോൾ ദുബായ് ചർച്ചിലെ മെമ്പറായി ഞങ്ങൾ ഫസ്റ്റ് ടിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. കർത്താവ് പ്രിയ സഹോദരി അനുഗ്രഹിക്കട്ടെ. നല്ല വോയിസ് ആണ്. കർത്താവിന് വേണ്ടി പാടുക, കർത്താവിന് വേണ്ടി പാടുക, സ്വർഗമിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഇന്ന് പകൽക്കാലം ദുബായ് ചർച്ചിന്റെ കോർഡിനേറ്ററായി റോയി ബ്രദറിനെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞ് ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 5 മിനിറ്റേ ഉള്ളൂ. ബ്രദറിനെ ഞാൻ മുന്നോട്ട് ക്ഷണിച്ചു. Good evening. Hallelujah. How many of you glad today? How many of you so glad? Hallelujah. 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 ക്രിസ്തേശ്വരന്റെ നാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. 4 മിനിറ്റ് 3:30 സ്റ്റോക്കിംഗ് 30 ഓൾറെഡി പോകാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് പ്രകാരമുള്ള ഒരു പ്രശ്നമാകുന്ന സമയം കർത്താവ് നൽകി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിൻ്റെതായ ദൈവദാസന്മാരുടെ മധ്യമുണ്ട്. കേൾക്കാം. ഈ പ്രവർത്തനം ഇന്ന് ഇവിടെ ആരംഭിച്ചതുകൊണ്ട് സന്തോഷവും അഭിമാനവും